എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഞാനും ഇതേ റൂമിലാണ്. നമ്മൾ കഴിഞ്ഞൊരു കോഴി വണ്ടിയിൽ പോയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ തമിഴ്നാട് പോയി വന്നുകൊണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെ റൂമിൽ തന്നെയാണ്. എല്ലാ ട്രാവൽ യൂട്യൂബേഴ്സും ഇപ്പോൾ ഓരോ കുക്കിങ്ങിലേക്കും ചിക്കനിലേക്കൊക്കെ തിരിക്കും ഓരോ വീഡിയോ കൊണ്ടൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റയിൽ നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുന്ന 1-2 സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഈ പിക്ക് കണ്ടോ, ഇത് നമ്മൾ ഇടമലയിൽ നിന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുമ്പോൾ നമ്മളെടുത്തൊരു പിക്കാണ്. ഇതിൽ സ്കൈ ഒക്കെ ഇങ്ങനെ വെറുതെ കിടക്കല്ലേ. അപ്പോൾ ഞാനിത് എഡിറ്റ് ചെയ്തത് ഇതുപോലെ ആക്കി. ഇതെന്ന് പറയുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ടൈപ്പ് ഫോട്ടോയാണ്. സ്റ്റാർസും ഗാലക്സിയും ഒക്കെ കാണുന്ന രീതിയിലുള്ള, നമ്മൾ എവിടെ ക്യാമ്പിന് പോയാലും രാത്രിയിൽ ഇതുപോലുള്ള ഫോട്ടോ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ നമുക്കത് കിട്ടാറില്ല. അതിന് കഴിവ് മാത്രമല്ല, അതിനൊരു ഭാഗ്യം കൂടെ വേണം ഇതുപോലത്തുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് സ്വന്തമായിട്ട് തന്നെ അങ്ങ് എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണത്. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസ് നമുക്ക് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ നമുക്ക് ഫോണിൽ തന്നെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയൽ പോലൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫോണിൽ തന്നെ, എൻ്റെ ഫോണിൽ തന്നെ ലൈറ്റ് റൂമും പിക്സാർട്ടും എന്ന് പറഞ്ഞ 2 ആപ്പ് വെച്ചിട്ട് പിക്സാർട്ട് മാത്രം മതി. പിക്സാർട്ട് മാത്രം വെച്ച് നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലൈറ്റ് റൂമും അതുപോലെ പിക്സാർട്ടും എന്ന് പറഞ്ഞ 2 ആപ്പുകളാട്ടോ. ഇത് ആൻഡ്രോയിഡിലും ഐഫോണിലും 2ലും കിട്ടും. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന എൻ്റെ ഫോൺ iPhone 5s ആണ്. അപ്പോൾ അതിനകത്താണ് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ലൈറ്റ് റൂം ആണ് എടുക്കുന്നത്. ഈ പിക്കിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരുപാട് മജന്ത കയറി കിടപ്പുണ്ട്. മജന്ത പോലൊരു കളറ് ഭയങ്കരമായിട്ട് കയറി കിടപ്പുണ്ട്. സ്കൈയിലും ബാക്കിയുള്ള സ്ഥലത്തും ഫേസിലും ഒക്കെ. അതൊന്ന് ഫോട്ടോ എടുത്തപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഒരു കളറ് മാറ്റി ഒന്ന് വൈറ്റ് ആക്കി എടുക്കാൻ, ഒരു സാധാ നോർമൽ കളറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ലൈറ്റ് റൂമിലേക്ക് കയറുന്നത്. നമുക്ക് കളേഴ്സും ലൈറ്റുകളും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്പാണ് ലൈറ്റ് റൂം കേട്ടോ. ലൈറ്റ് റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ ലൈറ്റ് കളർ എന്നൊക്കെ പറഞ്ഞ ഓരോ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ ഞാനിപ്പോൾ ആദ്യം എടുത്തേക്കുന്ന കളർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ വൈറ്റ് ബാലൻസ് നമുക്ക് ഇവിടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഈ കളർ മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെഡ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞ ഓരോരോ കളറുകൾ കാണാൻ പറ്റും. ഇത് നമുക്ക് സെലക്റ്റീവ് കളറായിട്ട് യൂസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പിക്ചറിലുള്ള ആ കളർ മാത്രം നമുക്ക് കുറയ്ക്കുകയും കൂട്ടുകയും ആ കളറിന്റെ ലൈറ്റ് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ ഇവിടെ എടുത്തിട്ട് നമ്മുടെ ഈ കയറി കിടക്കുന്ന ഈ മജന്ത ഉണ്ടല്ലോ, ഈ മജന്ത നമ്മൾ കുറച്ച് കുറയ്ക്കുകയാണ്. മജന്ത പോലുള്ള ഈ കളറ് ആ ഒരു ടോണ് നമ്മൾ മാറ്റി വൈറ്റ് ആക്കി. ഇപ്പോൾ എൻ്റെ ഫേസും ഒക്കെ വൈറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ടെൻറ്റിൻ്റെ കളർ ഗ്രീനാണ്, അതുകൊണ്ട് നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്തിട്ട് ടെൻറ്റിൻ്റെ കുറച്ച് സാച്ചുറേഷനൊക്കെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഈ താഴെ തന്നെ ഡീറ്റെയിൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നോയ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് രാത്രിയിലെടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നോയ്സ് ഉണ്ട് പിക്ചറിൽ. നമുക്ക് സൂം ചെയ്യുമ്പോൾ കുറേ ഗ്രെയിൻസ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നോയ്സ് റിഡക്ഷൻ എടുത്തിട്ട് അത് കുറച്ച് കൂട്ടി കൊടുക്കുക. അത് കുറച്ച് ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രെയിൻസ് നമുക്ക് പോയിട്ട് പിക്ചർ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അത് ഒരുപാട് നോയ്സ് റിഡക്ഷൻ ഒരുപാട് കൂട്ടരുത്. ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ പിക്ചർ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ പോകും. അപ്പോൾ കുറച്ചൊന്ന് ഞാനിപ്പോൾ ഇവിടെ ഒരു 10-11 റേഞ്ചിലാണ് വെച്ചേക്കുന്നത്. നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ കാണാം കുറച്ച് അതൊന്ന് പോകുന്നിടം വരെ ആ ഗ്രെയിൻസ് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. മൊത്തത്തിൽ നിന്ന് നോർമലാക്കി എടുത്തു ആ പിക്ക്. ആ ഒരു കളർ ഇപ്പോൾ കണ്ടോ, ആ സ്കൈൻ്റെയും ആ ബോഡിയിലൊക്കെ ഉണ്ടായിരുന്ന ആ കളർ മാറി ഇപ്പോൾ നോർമൽ വൈറ്റ് കളറായി. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഈ പിക്ക് ഞാൻ ലൈറ്റ് റൂമിലെടുത്തത്. നമ്മൾ ലൈറ്റ് റൂമിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞു. ഇത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ നേരത്തെ എടുക്കുമ്പോൾ ഷെയർ ടു എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ഷെയർ ടു എടുത്തു കഴിഞ്ഞാൽ പിക്ചർ റെൻഡർ ചെയ്തിട്ട് നമുക്ക് എങ്ങോട്ടാണോ ഷെയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഫോണിൽ പിക്സാർട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ പിക്സാർട്ടിലേക്ക് തന്നെ നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ കോപ്പി ടു പിക്സാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ അത് നേരെ പിക്സാർട്ട് ഓപ്പൺ ആയിട്ട് ആ പിക്ചർ നമ്മുടെ പിക്സാർട്ടിലേക്ക് തന്നെ കോപ്പി ആയിക്കോളും. ഇനിയാണ് നമ്മുടെ മെയിൻ എഡിറ്റിംഗ് പരിപാടി തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മുടെ പിക്ചർ നമ്മൾ പിക്സാർട്ടിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പിക്സാർട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷെ കുറച്ച് പണി കൂടുന്നുള്ളൂ ഫോണിലായതുകൊണ്ട്. പിക്സാർട്ടിൽ നമ്മൾ ലൈറ്റ് റൂമിൽ കണ്ട പോലെ തന്നെ പിക്കിൻ്റെ അടിയിൽ ഒരുപാട് ഓപ്ഷൻ കാണും. എഫക്റ്റ്, എഡിറ്റ്, ടെക്സ്റ്റ്, ആഡ് ഫോട്ടോ, സ്റ്റിക്കർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷനുകളുണ്ടാവും. അതിൽ ഉള്ളവരാണ് കട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ നമുക്ക് എന്താണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റ് അതിൻ്റെ ആ ലൈൻ കണ്ടു. ഇപ്പോൾ ടെൻറ്റിൻ്റെ ഭാഗത്തൂടെ അങ്ങനെ കറക്റ്റ് നമുക്കിങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് റെഡ് കളറിൽ അങ്ങനെ വന്നത് തന്നെ മാസ്ക് ആയിക്കോളും. എന്നിട്ട് ഈ കട്ടൗട്ടിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന കണ്ടോ, ഞാൻ അതിൻ്റെ എഡ്ജസ് മാത്രം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മുകളിൽ ഒരു ആരോ മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഏകദേശം ഒരു 95% അത് തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അത് മാസ്ക് ചെയ്ത് തരും, കട്ട് ചെയ്ത് തരും. ഇപ്പോൾ കണ്ടോണം.
ഇതാണ് നമുക്ക് നമ്മൾ ആ വരച്ചു കൊടുത്തതിന് പിക്സാർട്ട് ഓട്ടോമാറ്റിക് നമുക്ക് സെലക്ട് ചെയ്ത് തന്നേക്കുന്ന പാർട്സാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മിസ്സായി പോയിട്ടുണ്ടാവും. നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ടെൻറ്റിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ ഉണ്ടല്ലേ, അവിടെ നമുക്ക് കിട്ടാണ്ട്. അതുപോലെ തന്നെ എൻ്റെ പല ഭാഗങ്ങളും ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്നാമത് രാത്രിയിൽ ഇരുട്ടത്തെടുത്ത ഫോട്ടോയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ മാനുവലായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനകത്ത് കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ താഴെ ബ്രഷിൻ്റെ ടൂൾ വെച്ചിട്ട് നമ്മളത് റെഡ് കളർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ബ്രഷിൻ്റെ കൂടെ തന്നെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ റേസ് ടൂൾ കാണാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ അതിൽ നിന്ന് മായ്ച്ച് കളയാനും പറ്റും. അപ്പോൾ ഇനി അതൊന്ന് ചെയ്യാം ക്ലിയർ ആയിട്ട്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം കറക്റ്റ് മാസ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാത്രം ബാക്കിയുള്ള ആ സ്കൈയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്ര ഭാഗം മാത്രം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് നമുക്ക് അത്രയും ഭാഗം സേവ് ആയിട്ട് കിട്ടും. ബാക്കി ഭാഗം സ്കൈയും കാര്യങ്ങളൊക്കെ പോയി. ഇനി ഇതിൽ ആ താഴ്ഭാഗമൊക്കെ ഒരുമാതിരി ഗ്രെയിൻസ് ആയി കിടക്കുന്ന കാണാം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതൊന്നും നമുക്ക് വേണ്ട. അവിടെയൊക്കെ ഫുള്ള് ബ്ലാക്ക് ആക്കി കളഞ്ഞിട്ട് നമുക്ക് ടെൻറ്റും നമ്മുടെ ഫേസിലുള്ള ലൈറ്റും അത് മാത്രം മതി എനിക്ക്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇരുട്ടാക്കി കളയാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ കയറി കഴിഞ്ഞാൽ ഷാഡോസും ഹൈലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേണ്ട പോലെ ആ ബാക്കി ഭാഗമൊക്കെ കണ്ടോ. ഇപ്പോൾ താഴത്തെ ഭാഗമൊക്കെ ഞാനത് ഫുള്ള് ബ്ലാക്ക് ആക്കി എടുത്തു. അപ്പോൾ അവിടുത്തെ ഗ്രെയിൻസോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. എന്നിട്ട് വേണ്ട പോലെ ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻറ്റിനകത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫേസിലെ ലൈറ്റ് ഹൈലൈറ്റ്സ് ഒക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ വേണ്ട പോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പിക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചു. അത് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് പിക്സാർട്ടിൽ തന്നെ താഴെ കുറേ ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നായിരുന്നല്ലോ. അവിടെ നമുക്ക് ഡ്രോ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ അത് സെലക്ട് ചെയ്യുക. ഡ്രോയിലേക്ക് ഈ പിക്ചർ കൊണ്ടുപോയി. ഡ്രോയിൽ കൊണ്ടുവന്ന് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് മാത്രമേ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് ലെയർ ആയിട്ട് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കോർണറിൽ കാണുന്ന ഓപ്ഷൻ ലെയറിൻ്റെ ആണ്. നമുക്കവിടെ ലെയറുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോരോ എഡിറ്റുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ക് നമ്മൾ ഡ്രോയിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മളിവിടെ ഈ ഒരു ചിഹ്നം കണ്ടോ, ഇത് നമുക്ക് ഫോട്ടോ സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോട്ടോസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച് പിക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആ പിക്ക് ഇവിടെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ആ പിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ട പോലെ സെലക്ട് ചെയ്ത് എവിടെ വേണ്ടതെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാം. ഇതുപോലെ നമുക്ക് സൂറ്റബിൾ ആയിട്ടുള്ള സ്ഥലം നോക്കി വെക്കാം. ഒരു വട്ടം അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങ് നിൽക്കും. പിന്നെ നമുക്കത് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ലെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ച പിക്കിൻ്റെ ലെയർ ഉണ്ട്. ആ ലെയറാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് മുകളിൽ കണ്ടോ ഒരു 3 കുത്ത് കണ്ടോ, അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫോം നോക്കി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൊണ്ടുവന്ന് വെച്ച ലെയർ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് വേണ്ട പോലെ മാറ്റി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് വേണ്ട പോലെ നമ്മുടെ പിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് അലങ്കാര പണികളോട് ഇതിൽ ആഡ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ലെയറിൽ പോയിട്ട് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു പ്ലസിൻ്റെ ആരോ ഉണ്ടാവും. അതാണ് പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. പുതിയ ലെയർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പിക്കിൽ നമുക്കൊരു ക്യാമ്പ് ഫയർ ചെറിയൊരു ക്യാമ്പ് ഫയർ ആഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഫോട്ടോ നമ്മൾ നേരത്തെ കൊണ്ടുവന്ന പോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് പിക്സാർട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്റ്റിക്കേഴ്സും ഫോട്ടോസൊക്കെ തരുന്നുണ്ട് ഇതുപോലുള്ള നമ്മുടെ പിക്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അത് ഇതുപോലുള്ളൊരു ഇത് ഓപ്പണായി വരും. ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ സെർച്ച് പോയിട്ട് ക്യാമ്പ് ഫയർ എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ ഒരുപാട് ഫോട്ടോസ് വരുന്നുണ്ട്. ഇതൊക്കെ PNG ഫയലുകളാണ്. അതുപോലെ തന്നെ JPEG ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ട ഒരു സ്റ്റിക്കർ നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ പിക്കിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി ആഡ് ആവും. എന്നിട്ട് നമുക്ക് വേണ്ട പോലെ ഇത് എവിടെയെങ്കിലും കൊണ്ടുവെക്കുക. അപ്പോൾ ഞാനിത് വേണ്ട സൈസിൽ ഞാൻ അവിടെ കൊണ്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ ലെയറിൽ പോയിട്ട് നമ്മൾ താഴെ കണ്ടോ നോർമൽ എന്ന് പറയുന്ന ഇത് നമ്മൾ മാറ്റി നമുക്ക് വേണ്ട തരത്തിലാക്കി വെക്കാം. ഇപ്പോൾ ഞാനത് നോർമലിൽ നിന്ന് മാറ്റിയിട്ട് ഹാർഡ് ലൈറ്റ് കൊടുത്തപ്പോൾ നമ്മുടെ പിക്ക് കണ്ടോ ഇതുപോലായി. ഇപ്പോൾ കുറച്ചൊരു ഒറിജിനാലിറ്റി ഒക്കെ വന്നില്ലേ. ആ ഒരു കല്ലൊക്കെ പോയി ഇരുട്ടത്തിരിക്കുന്നൊരു ഫീലായില്ലേ. എന്നിട്ട് നമ്മളത് പുതിയൊരു ലെയറൂടെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഫോട്ടോസ് സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യുന്ന ഓപ്ഷൻ എടുത്തിട്ട് സ്റ്റിക്കേഴ്സ് ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ഇതുപോലെ
യെല്ലോ ലൈറ്റ്, നമുക്ക് ആ ക്യാമ്പ് ഫയറിന് ചുറ്റിനും ഒരു യെല്ലോ ലൈറ്റ് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ യെല്ലോ ലൈറ്റും സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് യെല്ലോ ലൈറ്റിൻ്റെ ഒരുപാട് പിക്സുകൾ വരും. അത് PNG ഉണ്ടാവും, JPEG ഉണ്ടാവും, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതിൽ നിന്ന് ഒരു ലൈറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അത് ഡൗൺലോഡായി സെലക്ട് ആയിട്ടുണ്ട്. ഈ ലൈറ്റാണ് ഞാനിപ്പോൾ ഈ പിക്കിലേക്ക് കൊണ്ടുവന്നത്. അത് ഞാൻ ഇവിടെ കൊണ്ടിങ്ങനെ വെച്ചു. ഏകദേശം നമുക്ക് ആ ടെൻറ്റിലേക്കും ആ ഒരു ഭാഗത്തേക്കൊക്കെ ലൈറ്റ് വേണം. ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന ആ യെല്ലോ ലൈറ്റിൻ്റെ ലെയർ നമ്മൾ ആ ക്യാമ്പ് ഫയർ ലൈറ്റിൻ്റെ താഴേക്ക് ഇട്ടു. ആ ലെയറിൻ്റെ ഒരു ലെയർ താഴേക്ക് ഇട്ടു. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ അപ്പുറത്തായി ലൈറ്റ്, അതായത് ക്യാമ്പ് ഫയർ മുകളിലും ലൈറ്റ് അപ്പുറത്തുമായി. ഇനി നമ്മൾ ഇപ്പുറത്തുള്ള ലൈറ്റ്, ആ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സ്ക്രീനിൽ നമ്മൾ ആ ബ്രഷ് ടൂൾ ഉണ്ട് ഓൾറെഡി, അത് നമ്മൾ വെച്ചിട്ട് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലെയർ എന്ന് പറയുന്നത് ആ യെല്ലോ ലൈറ്റാണ്. അപ്പോൾ യെല്ലോ ലൈറ്റിൽ ഇങ്ങനെ മായ്ച്ചു കൊടുത്താൽ നമ്മൾ ആ ഒരു ലെയറിലെ വേണ്ടാത്ത ഭാഗങ്ങൾ, നമ്മൾ മായ്ക്കുന്ന ഭാഗം മാഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലുള്ള ലൈറ്റൊക്കെ നമ്മൾ മായ്ച്ചു കളയാണ്. കണ്ടോ, ഇങ്ങനെ ഇറേസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തെ ലൈറ്റൊക്കെ പോയി. ഇപ്പോൾ ക്യാമ്പ് ഫയറിൻ്റെ അപ്പുറത്തെ സൈഡ് മാത്രമേ ലൈറ്റ് ഉള്ള പോലെ ഒരു ഫീല് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ആ ക്യാമ്പ് ഫയറും അതിൻ്റെ ഒരു ലൈറ്റൊക്കെ നമ്മൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിരിക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, ഞാനിരിക്കുന്ന എന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സിൽ പോയിട്ട് ഇവിടെ നമ്മൾ നേരത്തെ യെല്ലോ ലൈറ്റ് സെർച്ച് ചെയ്ത പോലെ തന്നെ ഇനി നമുക്കൊരു വൈറ്റ് ലൈറ്റ് സെർച്ച് ചെയ്യാം. ഞാനൊരു വൈറ്റ് ലൈറ്റിന് സെർച്ച് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഞാനൊരു വൈറ്റ് ലൈറ്റ് സെർച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനിയും കൊണ്ടുപോയിട്ട് ലെയർ മാറ്റണം. ലെയർ മാറ്റിയിട്ട് നമുക്ക് ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്തായിട്ട് വരുന്ന രീതിയിൽ, അതായത് ഈ മലേൻ്റെ അപ്പുറത്തെ സൈഡ് താഴെ നിന്ന് അടിക്കുന്ന ഒരു ലൈറ്റ് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് കൊണ്ടുപോയി താഴെ കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിന് മുകളിലായിട്ടും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളുടെ എല്ലാം അടിയിലായിട്ടും നമ്മൾ ആ ലെയർ, ഈ പുതിയ ലൈറ്റിൻ്റെ ലെയർ നമ്മൾ കൊണ്ടിട്ടു. ഇപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ പൊസിഷൻ കണ്ടോ, ഞാനിരിക്കുന്നതിൻ്റെ അപ്പുറത്ത്, അതുപോലെ തന്നെ നമ്മളിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെയൊക്കെ അപ്പുറത്തായി. നമുക്ക് വേണ്ട ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഏറ്റവും ബ്യൂട്ടി ആയിട്ട് തോന്നുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാം. എവിടെ വെച്ചാൽ ഏറ്റവും നന്നാവുക നോക്കാം. അപ്പോൾ എന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ അപ്പുറത്തായിട്ട് ഇങ്ങനെ താഴെ നിന്നൊരു ലൈറ്റ് വരുന്ന പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ അങ്ങനെ അത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മൾ നമ്മുടെ എഡിറ്റിംഗ് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റി, സ്കൈ മാറ്റി, അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാമ്പ് ഫയർ കൊണ്ടുവന്നു, ലൈറ്റ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ആ ക്യാമ്പ് ഫയറിൻ്റെ ലൈറ്റ് പ്രകാശം ചെറുതായിട്ട് ടെൻറ്റിലേക്കൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ലൈറ്റ് ആ ഒരു ഭാഗത്ത് ആഡ് ചെയ്തിട്ട് ടെൻറ്റിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പിക്കിന് കുറച്ചുകൂടെ ബ്യൂട്ടിയൊക്കെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ ഇതിലും കുറച്ചുകൂടെ ബെറ്ററായിട്ട് കളർ കാര്യങ്ങളൊക്കെ മാറ്റാൻ ഇതൊന്നുകൂടെ ഞാൻ ലൈറ്റ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ലൈറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ ഈ പിക്കിൻ്റെയും സ്റ്റാർസിൻ്റെയും ഒക്കെ ഹൈലൈറ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചുകൂടി ബ്യൂട്ടി ആക്കാൻ പറ്റുമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ബ്യൂട്ടി ആക്കി എടുക്കുക. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ലൈറ്റ് റൂമിൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിൽ കുറച്ച് ഓപ്ഷൻസ് കിട്ടും, കുറച്ച് പ്രീസെറ്റ് പ്ലഗിൻസ് എഫക്റ്റുകളുണ്ടാവും. അപ്പോൾ അതൊരൊന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ചിലപ്പോൾ നല്ല ഭംഗിയിലുള്ള പ്ലഗിൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് ബ്യൂട്ടി എന്ന് തോന്നിയുള്ള രീതിയിൽ ഞാനതൊന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇമേജ് ഫുള്ളായി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഇമേജ് കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫോണിൽ പിക്സാർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ മാറ്റി ഇതുപോലെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ പിക്ചർ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സാധനം? ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പഴയ ഫോട്ടോ. ഇത് നമ്മൾ എഡിറ്റ് ചെയ്ത് മാറ്റി ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒറിജിനാലിറ്റി ഒക്കെ പോയിട്ട് കുറച്ച് ഫാൻറ്റസി ആയെങ്കിലും പിക്ക് കാണാൻ രസമല്ലേ? വെറുതെ വീട്ടിലിരുന്ന് ലോക്ക്ഡൗണിൽ ടൈം കളയുമ്പോൾ വെറുതെ ഇരുന്ന് ചെയ്തതാണ്. അപ്പോൾ സാധനം നൈസായിട്ട് തോന്നിയോണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആർക്കും വേണമെങ്കിലും സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഫോൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണ്. നമുക്ക് പിക്സാർട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ? എഡിറ്റിങ്ങിനെ പറ്റിയുള്ള നമ്മുടെ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലുള്ള ചെറിയ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.